ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ LKGയുടെ ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓണത്തിന് ചോദിക്കാൻ സാധ്യതയുള്ള, അതായത് ഫസ്റ്റ് ടൈമിൽ ചോദിക്കാൻ സാധ്യതയുള്ള പാറ്റേൺ ഇതൊക്കെ തന്നെയാണ്. ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിന് മുമ്പും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കയറി കാണാം. ഇത് അതിൻ്റെ വേറൊരു മോഡലാട്ടോ. എന്ന് വെച്ചാൽ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ വേറെ നമ്പേഴ്സ് അല്ല വേറെ ലെറ്റേഴ്സും കാര്യങ്ങളും ഇട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമുക്ക് നോക്കാം. റൈറ്റ് ദ ക്യാപിറ്റൽ ലെറ്റേഴ്സ് A to I. ഫസ്റ്റ് ടൈമിൽ A to I വരെ ആയിരിക്കും ഓൾമോസ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുക ഫസ്റ്റ് ടൈമിൽ. അപ്പോൾ അത് അവർ എഴുതണം. എന്തൊക്കെയാണ്? ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, C, D, E, F, G, H, I. ക്യാപിറ്റൽ ലെറ്റർ അവർ എഴുതണം. അത് എന്തായാലും അറിഞ്ഞിരിക്കണം. അടുത്തത് റൈറ്റ് ദ സ്മോൾ ലെറ്റേഴ്സ് A to I. സ്മോൾ ലെറ്റർ. അപ്പോൾ A, B, C, D, E, F, G, H, I. അപ്പോൾ സ്മോൾ ലെറ്ററും അവർ എഴുതാൻ അറിഞ്ഞിരിക്കണം. അടുത്തത് സർക്കിൾ ദ കറക്റ്റ് പിക്ചർ. കറക്റ്റ് പിക്ചർ സർക്കിൾ ചെയ്യാം. ക്യാപിറ്റൽ A ആണ് കൊടുത്തിട്ടുള്ളത്. A ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഏതാണ്? ആപ്പിൾ സർക്കിൾ ചെയ്ത് കൊടുക്കണം. B ബോളാണ്, അത് സർക്കിൾ ചെയ്ത് കൊടുക്കണം. C കാറാണ്, അത് സർക്കിൾ ചെയ്ത് കൊടുക്കണം. D ഡോട്ട്സ് ആണ്, അതും സർക്കിൾ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ കറക്റ്റ് ലൈനായിട്ടൊന്നല്ല വരുന്നത്, അതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് അവർ ആ പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സർക്കിൾ ചെയ്ത് കൊടുക്കണം. അടുത്തത് സർക്കിൾ ദ കറക്റ്റ് ലെറ്റർ. സിയിലോട്ട് C സർക്കിൾ ചെയ്ത് കൊടുക്കാം. സിമ്പിളാണ്. A ഐഡൻറ്റിഫൈ ചെയ്ത് സർക്കിൾ ചെയ്യുക, H ഐഡൻറ്റിഫൈ ചെയ്ത് സർക്കിൾ ചെയ്യാം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സെയിമിലോട്ട് തന്നെ സർക്കിൾ ചെയ്താൽ മതി. അടുത്തത് ടിക്ക് ആൻഡ് ക്രോസ് ദ കറക്റ്റ് ആൻഡ് ഇൻകറക്റ്റ് പെയർസ്. അതായത് കറക്റ്റ് പെയറിന് ടിക്ക് കൊടുക്കുക, ഇൻകറക്റ്റ് പെയറിന് ക്രോസ് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റത്തേത് കറക്റ്റാണ്, B കറക്റ്റാണ്. അടുത്തതും കറക്റ്റാണ്. അടുത്തത് തെറ്റാണ്. അടുത്തതും തെറ്റാണ്. അടുത്തതോ ശരിയാണ്, 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 ശരിയാണ്. ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ അത് ടിക്ക് ചെയ്യാനും ഇൻറ്റു ഇട്ട് കൊടുക്കാനും അറിഞ്ഞിരിക്കണം. അപ്പോൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും അറിഞ്ഞാൽ മാത്രമാണ് അവർക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് വിത്ത് ലോവർ കേസ്. ലോവർ കേസിലോട്ട് മാച്ച് ചെയ്യുക. ക്യാപിറ്റൽ സിയിലോട്ട് മാച്ച് ചെയ്യുക. ക്യാപിറ്റൽ A സ്മോൾ എയിലോട്ട് മാച്ച് ചെയ്യുക. ക്യാപിറ്റൽ D സ്മോൾ ഡിയിലോട്ട് മാച്ച് ചെയ്യുക. ക്യാപിറ്റൽ F സ്മോൾ എഫിലോട്ട് മാച്ച് ചെയ്ത് കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ പിക്ചർ. പിക്ചറിലോട്ട് മാച്ച് ചെയ്യാം. ഇപ്പോൾ H വെച്ച് അപ്പോൾ വേർഡ്സ് അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. A വെച്ചിട്ട് 4 വേർഡ്സ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. 4 എന്തൊക്കെയാണ്? ആപ്പിൾ, ആൻഡ്, ആരോ, ആക്സ്, അതുപോലെ അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പിക്ചർ കണ്ട് അവർക്കത് മനസ്സിലാവും. അപ്പോൾ H വെച്ചിട്ട് ഹാറ്റിലോട്ട് മാച്ച് ചെയ്യാം. E വെച്ചിട്ട് എഗ്ഗിലേക്ക് മാച്ച് ചെയ്യാം. F വെച്ചിട്ട് ഫിഷിലേക്ക് മാച്ച് ചെയ്യാം. A വെച്ചിട്ട് ആപ്പിളിലോട്ട് മാച്ച് ചെയ്യാം. അപ്പം അവർ ആ വാക്കുകളെ ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് അവർക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പിക്ചേഴ്സ് ചൂണ്ടിക്കാണിച്ച് അവരെ കൊണ്ട് പഠിപ്പിക്കണം. ഇത് പിക്ചറാണ്, ഇത് ഏതാന്ന് അവരെ കൊണ്ട് ഒരു 3-4 പ്രാവശ്യമെങ്കിലും പറഞ്ഞാലാണ് അവർക്കത് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ കേട്ടോ. അടുത്തത് റൈറ്റ് മിസ്സിംഗ് ലെറ്റർ. മിസ്സിംഗ് ലെറ്റേഴ്സ്, അതായത് A കഴിഞ്ഞാൽ B, C കഴിഞ്ഞാൽ D, E കഴിഞ്ഞാൽ F, G കഴിഞ്ഞാൽ H. അത് ഫിൽ ചെയ്ത് കൊടുക്കാം. അടുത്തത് റൈറ്റ് ദ ഫസ്റ്റ് ലെറ്റർ. ആപ്പിൾ, A, ഡക്ക്, D, കാറ്, C. അങ്ങനെ ഫസ്റ്റ് ലെറ്റർ അവർ എഴുതി കൊടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ ലോവർ കേസ് ആൽഫബറ്റ്. അതായത് ക്യാപിറ്റൽ Aയുടെ ആൽഫബറ്റ്, സ്മോൾ ആൽഫബറ്റ് ഏതാ? ഇത്. Bയുടെ എഴുതാം, Cയുടെ എഴുതാം, Dയുടെ എഴുതാം. അങ്ങനെ ലോവർ ആയിട്ടുള്ളത് എഴുതി കൊടുക്കാം. അടുത്തത് സിമ്പിളാണ്. സർക്കിൾ ദ ആൽഫബറ്റ് A വരുന്നത് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് A കണ്ടുപിടിച്ച് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് സർക്കിൾ ചെയ്ത് കൊടുക്കുക. സിമ്പിൾ അല്ലേ ഇത്? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് സിമിലർ വേർഡ്സ്. സെയിം വേർഡ്സ്. ഇപ്പോൾ ഡോഗിലേക്ക് മാച്ച് ചെയ്യുക, ക്യാറ്റിലോട്ട് മാച്ച് ചെയ്യാം. ഓക്കെ, അവർ പഠിച്ചിട്ടുള്ള വേർഡ്സിലുള്ള ആ സ്പെല്ലിങ് തന്നെയായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ ചിലപ്പോൾ ആൻഡെന്നോ അല്ലെങ്കിൽ ബോളെന്നോ അങ്ങനെയുള്ള വേർഡ്സ് ആയിരിക്കും. അതവർ കറക്റ്റ് സ്പെല്ലിങ് ഏതാണെന്ന് നോക്കിയിട്ട് മാച്ച് ചെയ്ത് കൊടുക്കണം. അടുത്തത് റൈറ്റ് അപ്പർ കേസ് ഓർ ലോവർ കേസ്. ഇതിൽ അപ്പർ കേസും ഉണ്ടാവും, ലോവർ കേസ് എഴുതാനുണ്ടാവും. അപ്പോൾ ഫസ്റ്റത്തേൽ ലോവർ കേസ് എഴുതാനാണ്
അടുത്തതിൽ അപ്പർ കേസ് എഴുതാനാണ്, അടുത്തതിൽ ലോവർ കേസ് എഴുതാനാണ്. അപ്പോൾ അവർ എഴുതാനായിട്ട് പഠിച്ചിരിക്കണം. അടുത്തത് മാച്ച് ദ സെയിം ലെറ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെയിം ലെറ്ററിലോട്ട് മാച്ച് ചെയ്യാം. എയിലോട്ട് കെയിലോട്ട് എയിലോട്ട് ജെയിലോട്ട് മാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലാസ്റ്റ് വൺ ആയിട്ട് ഓഡ് വൺ ഔട്ട്. അതായത് ഇതിൽ നിന്ന് ഒറ്റയ്ക്ക് നിൽക്കണ ലെറ്റർ ഏതാന്ന് വെച്ചാൽ അത് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ബിയിൽ ബി സി ആണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ഇതിൽ കെ ആണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇട്ട വീഡിയോസിലും ഞാനത് ഇട്ടിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളായിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ ഇട്ട വീഡിയോസിലുണ്ട്. അപ്പോൾ നിങ്ങളതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. കാരണം ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് ടൈമിൽ A to I വരെയാണ് അവർ മാക്സിമം പഠിപ്പിച്ചിട്ടുണ്ടാവത്തുള്ളൂ. ആ ലെറ്റേഴ്സ് വെച്ച് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ടെക്സ്റ്റിൽ അവർക്ക് ചെറിയ ചെറിയ സ്റ്റോറീസ് ഉണ്ട്. ഇപ്പോൾ എയുടെ ലെറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആൻറ്റിനെ വെച്ച് ആൻറ്റീൻ്റെ പേരെന്താണ്, ആൻറ്റി വലുതാണോ ചെറുതാണോ, അതുപോലെ ആൻറ്റിന് എന്ത് ചെയ്യാൻ സാധിക്കും, അങ്ങനെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ടെക്സ്റ്റ് നോക്കി നിങ്ങൾ പഠിപ്പിക്കണം. കാരണം അത് A to I വരെയാണ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ A to I വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചെറിയ ക്വസ്റ്റ്യൻസ്. അതൊക്കെ അവർക്ക് അറിയാം. കാരണം മിസ്സുമാരത് തറവായിട്ടായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക. എന്നാലും നിങ്ങളത് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ച് പഠിപ്പിക്കണം. കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവരത് പറയാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, എ വെച്ച് ചോദിക്കുകയാണെങ്കിൽ എ വെച്ച് എന്താണ് ആൻഡ് അല്ലെങ്കിൽ ആപ്പിൾ, അത് പറയാൻ അവർ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ അടുത്ത ദിവസങ്ങളായിട്ട് മാത്സ്, ഇനിയിപ്പോൾ നാളെ മാത്സിൻ്റെ ആയിരിക്കും ഞാൻ ഇടാനായിട്ട് പോണത്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഹിന്ദി, മലയാളം, സയൻസ് അങ്ങനെയാണ് ഞാൻ ഇടാനായിട്ട് പോണത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചിനെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് ക്ലാസ്സിൽ ഫസ്റ്റ് എത്താനായിട്ട് ഈ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ തന്നെ മതി. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്.